കൊതുകില്ലാത്ത കൊച്ചി. കൊച്ചിയിലുള്ള എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരവസ്ഥയാണ് കൊതുകുകളൊന്നുമില്ലാത്ത കൊച്ചി. അതുപോലെ തെരുവുനായി ഇല്ലാത്ത തിരുവനന്തപുരം. തിരുവനന്തപുരത്തുകാർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. 51 വെട്ടുകാരില്ലാത്ത കണ്ണൂർ. കണ്ണൂറുകാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു ഭരണം അവരുടെയും ഒരു ആഗ്രഹമാണ്. മാലിന്യമുക്ത കൊല്ലം. അവിടുത്തെ അഷ്ടമുടിക്കായലിലോ അല്ലെങ്കിൽ പരവൂർക്കായലിലോ കനാലുകളിലോ ഒന്നും മാലിന്യങ്ങൾ തള്ളാത്ത പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും ഒരിടത്തും കാണാത്ത വളരെ ക്ലീനായിട്ടുള്ളൊരു കൊല്ലംകാരുടെ ഒരു പ്രതീക്ഷയാണ്. അതുപോലെ സഞ്ചാരികളുടെ പറദീസ കോഴിക്കോട് നഗരം. നമ്മുടെ ടൂറിസം മന്ത്രിയുടെ നമ്മുടെ നാടായ കോഴിക്കോട് എല്ലാവരും അവിടെ വരണം, അവിടുത്തെ ഭക്ഷണം എല്ലാം കഴിക്കണം, അവിടുത്തെ ആതിഥ്യം സ്വീകരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു നഗരമാണ് കോഴിക്കോട്. ഇങ്ങനെ കേരളത്തിൻ്റെ പ്രധാന നഗരങ്ങളിൽ ഉള്ള ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിലുള്ള പ്രഖ്യാപനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കൊതുകുകളില്ലാത്ത കൊച്ചി, അതുപോലെ തെരുവുനായ മുക്ത തിരുവനന്തപുരം, മാലിന്യമുക്ത നഗരം, അങ്ങനെ സുരക്ഷിത നഗരം, ഇങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. ഈ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമൊക്കെ ആരായിരിക്കും നടപ്പാക്കുക? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇതൊക്കെ നടപ്പാക്കാനുള്ള ഒരു കരുത്തും കഴിവും പ്രാഗൽഭ്യവും പാഠവുമൊക്കെ ഉള്ളത്? തീർച്ചയായിട്ടും ജനങ്ങൾ, വോട്ടർമാർ നോക്കുന്നത്, എല്ലാവർക്കും ഈ കൊതുകില്ലാത്തൊരു കൊച്ചി ആവശ്യമാണ്. കൊതുകുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, കൊതുക് കൂടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പണ്ട് കാലത്തുണ്ടായിരുന്ന കനാലിൽ അവിടെ ഇവിടെയൊക്കെ അടച്ച് അതിൻ്റെ ഫ്ലോ കളഞ്ഞു. അപ്പോൾ പിന്നെ മാലിന്യങ്ങൾ തിങ്ങി നിറഞ്ഞ് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് എല്ലാ കനാലിലും ഉള്ളത്. എല്ലാ തോട്ടിലും അങ്ങനെയാണ്, കായലിലും അങ്ങനെ ഒരു ക്ലീനിങ് ഇല്ല. അപ്പോൾ കൊതുക് ഇങ്ങനെ പെറ്റി പെരുകുന്നു. ഓടകളാണെങ്കിൽ മര്യാദയ്ക്ക് അതിൻ്റെ ഒരു ക്ലീനിങ് നടക്കുന്നില്ല. ഓടകൾ ക്ലീൻ ചെയ്യാനുള്ള ഫണ്ടൊക്കെ കോർപ്പറേഷന് ഉണ്ടെങ്കിലും മഴക്കാലത്തിന് മുമ്പുള്ള ക്ലീനിങ് പോലും ഇല്ല. അതുകൊണ്ട് വെള്ളം പൊങ്ങുന്നു, കഴിഞ്ഞ് ആ പൊങ്ങിയ വെള്ളം എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പലവിധ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ കൊതുക് എന്ന് പറയുന്നത്. വെള്ളം മലിനമായിരിക്കുന്നതിൻ്റെ ഒരു വിഷയമാണ് കൊതുക് എന്ന് പറയുന്നത്. വെള്ളം അവിടെയും കെട്ടിക്കിടക്കുന്നതിൻ്റെ ഒരു വിഷയമാണ് ഈ കൊതുക്. അപ്പോൾ ഈ ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ഫ്ലോയുടെ ഒരു മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ കൊതുകില്ലാത്ത ഒരു നഗരമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഏത് നഗരത്തെയും മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുള്ള കഴിവ് ആർക്കുണ്ടാവും? അതുപോലെ തെരുവുനായി എന്ന് പറയുന്നത് ഇപ്പോൾ 9 ലക്ഷത്തിലധികമായ കേരളത്തിൽ എന്ന് പറയുന്നത് എല്ലായിടത്തും തെരുവുനായ പ്രശ്നമുണ്ട്. തിരുവനന്തപുരത്ത് വളരെ പ്രശ്നമാണ്. നടക്കാൻ പോകുന്നവരെ കടിക്കുന്നു. മറ്റു നഗരങ്ങളിലും അത് തന്നെ പ്രശ്നം. അപ്പോൾ ഞങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിനകം തെരുവുനായയുടെ പ്രശ്നം ഇല്ലാതാക്കും തിരുവനന്തപുരം നഗരത്തിൽ എന്ന് BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് അതിനുള്ള പ്രാഗൽഭ്യമുണ്ടോ? തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 5-8-10 വർഷമായിട്ട് കേരളത്തിൽ തെരുവുനായി കടിയും തെരുവുനായുടെ ABC സിസ്റ്റവും ഒക്കെ നടപ്പാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച് അതിനുവേണ്ടി കോടികൾ ചെലവിട്ടിട്ടും തെരുവുനായുടെ എണ്ണം കൂടുന്നല്ലാതെ വേറെ ഒരു പരിഹാരവുമില്ല എന്ന് നമ്മൾ കാണുന്നത് ഈ UDF ഭരിച്ചിരിക്കുന്ന കോർപ്പറേഷനുകളിലും LDF ഭരിക്കുന്ന കോർപ്പറേഷനിലൊക്കെ അല്ലെ മുനിസിപ്പാലിറ്റികളിലുമൊക്കെ നമ്മളിത് കഴിഞ്ഞ 10 വർഷമായിട്ട് കാണുകയാണ്. അപ്പോൾ തെരുവുനായുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് LDF UDF പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുത്തെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഭരിച്ച സമയത്ത് തെരുവുനായ കൂടിയതേ ഉള്ളൂ. അതുപോലെ കൊതുക് ഇല്ലാത്ത ഒരു നഗരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊതുകിൻ്റെ എണ്ണം കൂടുന്നേ ഉള്ളൂ. മലിനജലം എല്ലായിടത്തും കെട്ടിക്കിടക്കുന്നത് കൂടുന്നേ ഉള്ളൂ. എവിടെയെങ്കിലും ഒരു 4 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നൊരവസ്ഥ. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർ എന്ത് വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടപ്പാകില്ല എന്നുള്ളത് അവർ തന്നെ പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. അതുപോലെ മാലിന്യമുക്ത കേരളം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരു ശുചിത്വ മിഷനും മാലിന്യമുക്ത കേരളവുമൊക്കെ നമ്മുടെ ഒരു വലിയ പ്രഖ്യാപനങ്ങളായിട്ട് വർഷങ്ങളായിട്ട് UDF LDF ഇവിടെ നടന്നതാണ്. എന്നിട്ട് ഇവിടെ മാലിന്യമുക്തമായിട്ടില്ല ഇന്നും കേരളം. ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ അവസാനമായിട്ടുള്ളത്. അത് 2400 കോടിയോളം വേൾഡ് ബാങ്ക് പറഞ്ഞിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് അതിനുള്ള പദ്ധതികൾ പോലും നൽകാതെ ഇപ്പം വേൾഡ് ബാങ്ക് തന്നെ അത് 1800 കോടിയിലേക്ക് ആ പദ്ധതി വെട്ടിച്ചുരുക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതാണ് LDF ഭരണകാലത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടുന്ന, സുരക്ഷിതത്വം കൂട്ടുന്ന
അതുപോലെ അസുഖങ്ങൾ പരത്തുന്ന കൊതുകും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്ത, നമ്മുടെ ആക്രമിക്കുന്ന തെരുവ് നായ ഇല്ലാത്ത, വെള്ളപ്പൊക്കമില്ലാത്ത പട്ടണങ്ങളും നഗരങ്ങളും പ്രദേശങ്ങളും നമുക്ക് ലഭ്യമാക്കാൻ, അത് നമുക്ക് ഉറപ്പാക്കാൻ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും എന്ന് തീർച്ചയായിട്ടും വോട്ട് ചെയ്യുന്ന ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്.